വയനാട്ടിൽ LDF-നെതിരെ വീടിന് മുന്നിൽ ബോർഡുകൾ സ്ഥാപിച്ച് ബ്രഹ്മഗിരിയിലെ നിക്ഷേപകർ. ഇത്തവണ ഇടതിന് വോട്ടില്ല എന്ന ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. CPM-നെ വിശ്വസിച്ച തങ്ങളെ പാർട്ടി കൈവിട്ട സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയെ CPM നേതൃത്വവും BDS-ന്റെ നേതൃത്വവും പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി, പഴയ ജില്ലാ സെക്രട്ടറി ഗഗാരൻ സഖാവ് ഉൾപ്പെടെ പുതിയ സെക്രട്ടറി റഫീഖ് അദ്ദേഹം വന്നപ്പോൾ മുതൽ ഈ പറഞ്ഞ ഒരു വാക്കുകളും പാലിച്ചിട്ടില്ല. വർഷങ്ങളായി ഞങ്ങളോട് പറയുന്ന എല്ലാ വാക്കുകളും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് ഇടതിനെതിരെ ഒരു നീക്കം നടത്താൻ ബ്രഹ്മഗിരി ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം, അതായത് വിക്ടിംസിന്റെ ഇരകളുടെ ഒരു തീരുമാനം അതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും പോസ്റ്റർ പതിക്കുക, എല്ലാ വീടുകളും അയൽപക്ക ബന്ധങ്ങൾ ഉപയോഗിച്ചും സുഹൃത്ത് ബന്ധങ്ങൾ ഉപയോഗിച്ചും അതുപോലെ കുടുംബ ബന്ധങ്ങൾ ഉപയോഗിച്ചും ഇടതിനെതിരെ നീങ്ങുക എന്നുള്ള ഒരു ശക്തമായ തീരുമാനമാണ് ആക്ഷൻ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഞാൻ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. ബ്രഹ്മഗിരി നിക്ഷേപ തട്ടിപ്പിൽ അത് പല തവണ ഈ ഇരകൾ നേതൃത്വത്തെ അറിയിച്ചതാണ്, പരാതിപ്പെട്ടതാണ്. പക്ഷേ അവർക്ക് അനുകൂലമായ യാതൊരുവിധ തീരുമാനവും ഈ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ വയനാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. LDF-നെതിരെ വീടിന് മുന്നിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് നിക്ഷേപകർ. ഇത്തവണ ഇടതിന് വോട്ടില്ല എന്നാണ് ആ ബോർഡുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, നിക്ഷേപകർ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അവർ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലമാണ്. നമുക്കറിയാം, ബത്തേരിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ബ്രഹ്മഗിരി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. ഏറെ തവണ ഇവർ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട് ഇതിന്റെ ഭാഗത്ത് നിന്ന്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ബത്തേരി ഡിവൈഎസ്പി ഓഫീസിലേക്കൊക്കെ നിക്ഷേപകർ നടത്തിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിക്ഷേപ തട്ടിപ്പിനിരയായ ആളുകൾ വീടുകളിൽ ഇടതിന് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിക്കൊണ്ടുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരസ്യമായിക്കൊണ്ട് പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ബത്തേരിയിൽ കാണുന്നത്. തങ്ങളെ വിശ്വസിച്ച പാർട്ടി നേതാക്കൾ പോലും തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ തയ്യാറായില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണമാണ് നിക്ഷേപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത് സമീപകാലങ്ങളിൽ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ ഈ ബ്രഹ്മഗിരി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയായിരുന്നു, പരസ്യ പ്രക്ഷോഭത്തിനൊക്കെ. അപ്പൊ ഇത്തരത്തിൽ ഇനി ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ പാർട്ടി ഏത് തരത്തിൽ ഇതിനെ നേരിടുമെന്നുള്ള കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും ആക്ഷൻ കമ്മിറ്റിയുടെ നിലപാട് വ്യക്തമാണ്. തങ്ങളെ പറ്റിച്ച പാർട്ടിക്ക് ഇനി തങ്ങളുടെ വോട്ടില്ല എന്നുള്ള കൃത്യമായിക്കൊണ്ടുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി. ശരി ഫൈസൽ.